ഷിരൂരിൽ തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു എന്നുള്ളതാണ് 10:10 ഇത് ഈശ്വർ മാൽപ്പെ എത്തി. ഇപ്പോൾ AK അഷ്റഫ് MLA KV ബൈജുവിനോടൊപ്പം ചേരുന്നുണ്ട്. ബൈജു, പ്രതികരണം തേടാവും. ഇന്നലെയാണ് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ ആരംഭിച്ചത്. അത് നമ്മുടെ ഇവിടുത്തെ MLA സതീഷ് ശൈലിന്റെ പ്രത്യേക ഒരു ഡയറിങ്ങിന്റെ ഭാഗമായിട്ടാണ് തുടക്കം കുറിച്ചത്. അപ്പോഴും ജില്ലാ ഭരണകൂടം വലിയ രീതിയിൽ ഈ തെരച്ചിലിന് ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയും പരിഭവവും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നേവി ഉണ്ട്, അതോടൊപ്പം SDRF, NDRF, ഈശ്വർ മൽപ്പെ ടീം എല്ലാവരും ഒരു ടീമായി നമ്മുടെ ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്നലെയും ഒരു റിസൾട്ട് ഉണ്ടായി. ഇന്ന് രാവിലെയും കുറച്ച് വെഹിക്കിൾസിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇന്നെന്തായാലും ഒരു നല്ല തെരച്ചിൽ ശക്തമായി ഈ നല്ല അന്തരീക്ഷത്തിൽ ഈ വെള്ളം 2.1 നോട്ട്സുള്ള സമയത്ത് നടത്തിയാൽ 100% ഭാരത് ബെൻസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. തീർച്ചയായും ഇപ്പൊ മനാഫ് ഉണ്ട്, ജിതിൻ ഉണ്ട്, ആ വണ്ടിയുടെ ഓണേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് പുഴയിൽ കുറെ ദിവസം ഇങ്ങേറ്റ് കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ അവരൊക്കെ ഡ്രൈവേഴ്സ് ആണെങ്കിലും ചില അങ്ങനെ പ്രധാനപ്പെട്ടതെങ്കിലും ഒരു വാഹനത്തിന്റെ ഏതെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇത് ഭാരത് ബെൻസിനെ ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ തെരച്ചിൽ നന്നായിട്ട് നടത്തിയാൽ 100% നമുക്ക് ഒരു റിസൾട്ട് ഇന്നുണ്ടാക്കാൻ കഴിയും. ഈ ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നേരത്തെ തന്നെ മാൽപ്പെ 8:30 ഇത് തെരച്ചിൽ തുടരുമെന്ന് പറഞ്ഞത്. പക്ഷേ 10 മണിക്ക് അദ്ദേഹം പിന്നെ അനുമതിയൊന്നും കാത്തിൽക്കാതെ തെരച്ചിൽ നടത്തുന്ന സാഹചര്യമാണ്. ജില്ലാ കളക്ടർ ഇപ്പോൾ എത്തിയിരുന്നില്ല. എന്താണ് അങ്ങനെ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് അന്നുള്ള ഒരു സഹകരണക്കുറവ് കേരളത്തിലൊരു MLA എന്ന നിലയ്ക്ക് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെയും റിയാസ് മിനിസ്റ്ററുടെയും AK ശശീന്ദ്രൻ മിനിസ്റ്ററുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇന്ന് തീർച്ചയായും AK അഷ്റഫ് MLAയുടെ പ്രതികരണം തേടുകയായിരുന്നു KV ബൈജു. അർജുനായിട്ടുള്ള തെരച്ചിൽ അത് ഊർജിതമായി പുരോഗമിക്കുന്നു. ഈശ്വർ മാൽപ്പയും സംഘവുമാണ് അവിടെ മെയിൻ നേതൃത്വം നൽകുന്നത്. പക്ഷേ അവർക്ക് സഹായകരമായിട്ടുള്ള സഹായഹസ്തവുമായി SDRFും NDRFും ഒക്കെ ഉണ്ട്. നേവിയുടെ സംഘമുണ്ട്, ഫയർഫോഴ്സിന്റെ ടീമും ഉണ്ട്. അപ്പോൾ എല്ലാവരും സംയുക്തമായ ഒരു ഓപ്പറേഷൻ അവിടെ നടത്തുന്നു. ദൗത്യത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് അത് സഫലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം അത് നിർണായകമാണ്, ഇന്നത്തെ മണിക്കൂറുകൾ നിർണായകമാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം വെള്ളത്തിൽ ഇപ്പോൾ അടിയൊഴുക്കൊക്കെ തെരച്ചിലിന് അനുയോജ്യമാം വിധത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് കാണാം കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈശ്വർ മാൽപ്പയുമായി സംസാരിക്കുന്നത്. അവിടെ കൂടുതൽ സംഘാംഗങ്ങളെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഈ കാർവാർ MLA ആണ്. അദ്ദേഹം ഇന്നലെ വളരെ ശുഭിതനായി തന്നെ സംസാരിക്കുകയും ചെയ്തിരുന്നു.